പി ഹസ്കർ, അങ്ങ് കേണൽ ഡിന്നി പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ശ്രീമതി നുസ്രത്ത് ജഹാൻ പറഞ്ഞത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഒരു ആക്ഷൻ നടക്കുമ്പോൾ പാർലമെൻറ്റ് സമ്മേളനം വിളിക്കണമോ, പറയേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ നല്ല മുറമുറയായി അങ്ങ് നടത്തണമോ? അങ്ങനെയല്ല പ്രദീപ്, ഇതില് ഏറ്റവും അപാകതയുണ്ട് എന്ന് സംശയിക്കേണ്ടതും വിമർശിക്കേണ്ടിയും വരുന്നത് ഒരേ ഒരു ഘട്ടത്തിൽ മാത്രമാണ്. ഓപ്പറേഷൻ സിന്ദൂറിന് മുമ്പ് ഞങ്ങൾ ഇങ്ങനെ ചെയ്യുന്നു എന്ന കാര്യം പ്രഖ്യാപിക്കണം പാർലമെന്റിൽ എന്നല്ല. ഇന്ത്യൻ പാർലമെന്റിൽ ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായി സംവാദത്തിന്റെ ഇടമുള്ളിടം എന്ന നിലയിൽ നിശ്ചയമായും ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞു. അതിനുശേഷം പാർലമെന്റ് വിളിച്ചു ചേർത്ത് ഇന്ത്യ നടത്തിയിട്ടുള്ള ഓപ്പറേഷൻ സിന്ദൂരിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ, അത് ആർമിയുടെ വിവരങ്ങൾ, അതിന്റെ കോർ വിവരങ്ങൾ പാർലമെന്റിൽ ചർച്ച ചെയ്യണമെന്നില്ല. ആ വിവരങ്ങൾ ചർച്ച ചെയ്യാനുള്ള സ്ഥലമാണ് പാർലമെന്റ്. ആർമിയുടെ നീക്കങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ ഇന്ത്യൻ സൈന്യം എങ്ങനെയൊക്കെ നീങ്ങും എന്നുള്ളതിനെ കുറിച്ച് ചർച്ച ചെയ്യുക എന്നുള്ളതല്ല. ഇന്ത്യൻ പാർലമെന്റിലാണ് ഇതിന്റെ രാജ്യത്തിന്റെ ജനാധിപത്യത്തിന്റെ സർവാധികാരവും നിൽക്കുന്നത് ഇന്ത്യൻ പാർലമെന്റിലാണെങ്കിൽ നിശ്ചയമായും ഇന്ത്യൻ പാർലമെന്റിൽ അത്തരം സംവാദങ്ങൾ ഉണ്ടാവണം. അത് ഒരു ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാണ്. ആ ജനാധിപത്യ പ്രക്രിയ നടന്നില്ല എന്ന വിമർശനവും, അതുപോലെ സർവകക്ഷി പ്രതിനിധികളെ തെരഞ്ഞെടുക്കുമ്പോൾ ഇന്ത്യൻ പാർലമെന്റിന്റെ മുഖമായി സർവകക്ഷി പ്രതിനിധികൾ പോകുമ്പോൾ ആ തെരഞ്ഞെടുക്കപ്പെടുന്നത് ഇന്ത്യയിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പ്രതിനിധികൾ എന്ന നിലയിൽ ആ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ കൂടി അറിവോടുകൂടി ആയിരിക്കണം എന്നുള്ളതാണ് ഒരു വിമർശനമായി ഉയർന്നു വരുന്നത്. ഇവിടെ ഓപ്പറേഷൻ സിന്ദൂറിനെ വിമർശിക്കുന്നു എന്ന അർത്ഥത്തിൽ ഇതിനെ വ്യാഖ്യാനിക്കേണ്ടതില്ല. അത് കൃത്യമായി അതിനുശേഷം നടന്ന നടപടിക്രമങ്ങളെ ഇതിന്റെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള കാര്യം, ഏതൊരു യുദ്ധം നടന്നാലും പ്രതിരോധത്തിനു വേണ്ടി പണം നീക്കി വെച്ചിട്ടുള്ള ഏതൊരു രാജ്യവും തങ്ങളുടെ GDP-യേക്കാൾ പ്രതിരോധത്തിനു വേണ്ടി പണം കരുതി വെക്കുന്ന ഏതൊരു രാജ്യവും നാശത്തിന്റെ വക്കിലാണ് ചെന്നവസാനിച്ചിട്ടുള്ളത് എന്ന സത്യം ലോക ചരിത്രത്തിലാകമാനമുണ്ട്. അപ്പോ തങ്ങളുടെ പണം മുടക്കേണ്ടത്, രാജ്യത്തിന്റെ ധനം മുടക്കേണ്ടത് ഇവിടെ വ്യവസായങ്ങൾ വളരുന്നതിനു വേണ്ടിയും നമ്മുടെ വിദ്യാർത്ഥികളെ വിദ്യാഭ്യാസ കാര്യത്തിനും ആരോഗ്യ കാര്യത്തിനുമായിരിക്കണം മുഖ്യ പരിഗണന എന്നു കരുതുന്ന രാഷ്ട്രീയ വീക്ഷണാബോധത്തോടു കൂടിയുള്ള ഒരു സമീപനമാണ് ഇക്കാര്യത്തിൽ വേണ്ടത്. ഒരുപക്ഷെ കേന്ദ്ര സർക്കാർ പലരും പറയുന്നത് പോലെ കേന്ദ്ര സർക്കാർ എടുക്കുന്ന പല നിലപാടുകളും, ഒരുപക്ഷെ അതിലെ മന്ത്രിമാരെ തെരഞ്ഞെടുത്തിരിക്കുന്ന രീതി, ഇതൊക്കെ അഭിനന്ദനാർഹമാണ്, ഒരു സംശയം അക്കാര്യത്തിലില്ല. പക്ഷെ ഇന്ന് എടുക്കുന്ന നിലപാടുകൾ ഏകാധിപത്യ സ്വഭാവത്തിലേക്ക് രാജ്യത്തെ നയിക്കുന്നു. അടിയന്തരാവസ്ഥയുടെ കിരാത നാളുകൾ അനുഭവിച്ച ഒരു രാജ്യമെന്ന നിലയിൽ അതിനെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലേക്ക് വരുന്നു എന്നതാണ് ഇവിടെ ഏറ്റവും അപകടം. ശ്രീമതി ഇന്ദിരാഗാന്ധിയെ വ്യക്തിപരമായി പോലും രാഷ്ട്രീയമായി പോലും അവരുടെ നിലപാടുകളെ പലപ്പോഴും വിമർശിച്ചിട്ടുള്ളതാണ്. പക്ഷേ പാകിസ്ഥാൻ യുദ്ധത്തിന്റെ ഒരു ഘട്ടത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ശ്രീമതി ഇന്ദിരാഗാന്ധിയെ വിളിച്ചതായി നാം കേൾക്കുന്ന ഒരു കഥയുണ്ട്. അതിന്റെ വസ്തുത എത്രയാണെന്ന് അറിയില്ല. പക്ഷെ വിളിച്ചപ്പോ ഞങ്ങൾ ഒരു കപ്പൽ പടയെ അയക്കും, യുദ്ധം അവസാനിപ്പിക്കൂ എന്ന് ഭീഷണിപ്പെടുത്തിയപ്പോൾ അമേരിക്കയോട് പോലും അന്ന് യുദ്ധം ചെയ്യാൻ തയ്യാറായ രാജ്യമായിരുന്നു ഇന്ത്യ. അപ്പോ കഴിഞ്ഞ മോദി ഗവൺമെന്റ് വന്നതിന് ശേഷം ഇന്ത്യൻ സൈനിക ശേഷി വർദ്ധിച്ചു എന്ന് അവകാശപ്പെടുന്നവർ അതുകൂടി ഓർത്തിരിക്കണം എന്നുള്ളതാണ്. മാത്രമല്ല, ഡൊണാൾഡ് ട്രംപിന്റേതായ ഒരു ടെലിഫോൺ കോൾ ശ്രീ മോദിജിക്ക് വന്നു എന്ന ഒരു വാർത്തകൾ കൂടി അതോടൊപ്പം ഓപ്പറേഷൻ സിന്ദൂർ അവസാനിപ്പിച്ചിരിക്കുന്നു എന്ന സാഹചര്യം കൂടി നമ്മുടെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ അതുകൂടി പരിഗണിക്കണം, അതുകൂടി ചർച്ച ചെയ്യണം ഇന്ത്യൻ പാർലമെന്റിനുള്ളിൽ. മറ്റൊരു രാജ്യത്തിന്റെ പരമാധികാരത്തിനു മേൽ കടിഞ്ഞാണിടുന്നതിനു വേണ്ടി ഒരു ലോക പോലീസ് ചമഞ്ഞിട്ടുണ്ട് അമേരിക്കയെങ്കിൽ അതും ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. അത്തരം വിഷയങ്ങളെ ഒളിച്ചു വെക്കുക, ഇന്ത്യയുടെ സൈനിക താല്പര്യങ്ങളെ സംരക്ഷിക്കുക എന്നതിന്റെ പേരിലാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്നിടത്താണ് ഞങ്ങളെപ്പോലുള്ളവർക്ക് അത്